ഞാൻ ഒരിക്കലും ഞാൻ ചെയ്ത തെറ്റ് ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റല്ലാന്ന് വാദിക്കൂല. മാഡം, ഇത് പൈസക്കല്ലാണ്ട് ഇത് ചെയ്യുന്ന വലിയ സൈക്കോപാത്തുകളുണ്ട്. ഇയാള് ലീക്ക് ചെയ്യുന്നില്ല ഒരു ഗ്രൂപ്പിൽ നിന്ന് എടുത്തിട്ട് വേറൊരു ഗ്രൂപ്പിലോട്ട് അങ്ങനെ ഇയാൾ കിട്ടുന്ന പൈസ പോലും അയാൾക്ക് അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. ഇതല്ലാതെ ഈ സോഴ്സ്, ഈ കോണ്ടന്റ് ഒക്കെ വരുന്നതിന്റെ സോഴ്സ് ഉൾപ്പെടെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ കോണ്ടന്റ്സ് റിമൂവ് ചെയ്യണമെങ്കിൽ ഇത്ര പൈസ വേണം എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്ന, ഇപ്പൊ ടെലിഗ്രാം മാഫിയയുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത്ര പൈസ വേണം എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിക്കുന്നവരുണ്ട്, പൈസ വാങ്ങിച്ചിട്ടും ഇത് റിമൂവ് ചെയ്യാത്തവരുണ്ട്. ഇമേജസ് ഇവിടെ ഉള്ളത് കൊണ്ട് ഇവര് ഡയറക്റ്റ്ലി പ്രോസ്റ്റിറ്റ്യൂഷനിലോട്ട് തിരിയണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇവരെ ലൈഫ് തന്നെ വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. ഇതെല്ലാം നടക്കുന്നത് ഈ സബ്സ്ക്രിപ്ഷന്റെ ഒരു വലിയ കാര്യം കൊണ്ടാണ്. ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് കോണ്ടന്റ്സ് കൊണ്ട് മാത്രം ഒരു മാസം 1 lakh rupees വരെ സമ്പാദിക്കാമെന്ന് തീരുമാനിച്ച് ഇത് ചെയ്യുന്നവരുടെ കാര്യം കണ്ടു വഴി തെറ്റുന്നവർ എവിടെ തൊട്ട്, കുഞ്ഞുങ്ങൾ തൊട്ടാ. ഈ സബ്സ്ക്രിപ്ഷന്റെ ചാനൽ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഡേറ്റിംഗ് ആപ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിനകത്തുള്ളത്. പിന്നെ ചില ടോക്കിംഗ്, നിങ്ങൾ ബോറടിച്ചിരിക്കുകയാണോ 5 മിനിറ്റ് സംസാരിക്കാൻ ഇത്ര രൂപ 500 രൂപ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ട്സ് ആപ്പുകൾ. അതുപോലെ ഉള്ളതിന്റെ എല്ലാം പിന്നിൽ നടക്കുന്നത് ഇതേ കാര്യമാണ്. മണി മാത്രമല്ല, ഒരു തവണ ഇതുപോലെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് ആള് സർക്കുലേറ്റ് ചെയ്ത് തുടങ്ങി, പിന്നെ അതിലുള്ള മെമ്പേഴ്സ് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് പിന്നെയും ഇത് തന്നെ ചെയ്യേണ്ടി വരുവാണ്. മണി ഒരു ചെറിയൊരു ഫാക്ടറായിട്ട് പിന്നെ മാറുക. ആ ലൂപ്പിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചില വേദികൾ തുറന്നു പറച്ചിലിന്റെയും നിലപാടുകളുടെയും ആക്കി മാറ്റുന്ന ചില പേരുണ്ട്. അത്തരത്തിലെ അഭിപ്രായങ്ങളിലും നിലപാടുകളിലും വേറിട്ട ശബ്ദമായി മാറിയ ഒരാളാണ് ഇന്ന് കൂടെയുള്ളത്. വേദലക്ഷ്മി, നമസ്കാരം. നമസ്കാരം. യെസ്, ശരിക്കും നമ്മൾ ഭയങ്കര തമാശയായിട്ട് കാണുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ട് പറയുമ്പോൾ തന്നെ പുരുഷന്മാരുടെ സൈഡിലെ പുരുഷകാസ്ത്രീകൾ പറയുന്ന കാര്യം നമുക്കും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും ദൈവം തന്നില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് വരെ ഇതിനെ ബാക്കി കാണുന്നു. ഇതിൻ്റെ പിന്നിലെ കഥകളും പിന്നിലെ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളും ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ എപ്പോഴും നേട്ടങ്ങളെക്കുറിച്ചും വളരെ ലളിതമായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടും കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംസാരിക്കാൻ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താ? ഇതിൻ്റെ പിന്നിലെ അപകടം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? പരിചയത്തിലുള്ള ഒരാളുടെ ഒരു അത്ര പ്രൈവറ്റ് അല്ല, ബട്ട് സ്റ്റിൽ കുറച്ച് റിവീലിംഗ് ആയിട്ടുള്ള പിക്ചർ അത് ഇതാവുകയാണ്, ടെലിഗ്രാം ചാനൽ വഴി സർക്കുലേറ്റ് ചെയ്യുവാണ്. ആള് അത് അപ്ലോഡ് ചെയ്ത പിക്ചർ ആണ്. അപ്ലോഡ് ചെയ്ത പിക്ചർ അല്ല, അപ്ലോഡ് ചെയ്ത പിക്ചർ അല്ല. എവിടെയും സോഷ്യൽ മീഡിയയിലോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ സബ്സ്ക്രിപ്ഷൻ നടത്തുന്ന ഒരാളോ എടുത്തിരിക്കുന്ന ഒരാളും അല്ല, ചാനലുള്ള ആളല്ല. അത് അങ്ങനെ പോകുമ്പോഴത്തേക്കും അങ്ങനെ അറിഞ്ഞ് വേറൊരാളോ ടെലിഗ്രാമിൽ കണ്ടിട്ട് ആ കുട്ടിയുടെ ഫാമിലിയിൽ അറിയിച്ച് അവരത് പിന്നെ പോലീസ് കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് തന്നെ മൂവ് ചെയ്തിട്ട്. ഈ കുട്ടി പറയുന്ന മറുപടി എന്താ? എന്റെ അറിവോടെ അല്ല, ആ കുട്ടി പറഞ്ഞ മറുപടി എന്നല്ല. ഈ പിക്ചർ കണ്ടാലും നമുക്കറിയാൻ പറ്റും. നമ്മളൊക്കെ ജസ്റ്റ് മിററിന്റെ ഫ്രണ്ട് ചെയ്തിട്ടാണെങ്കിലും ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്യാം, ഡ്രസ്സ് എടുത്തിട്ട് അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ഫോട്ടോസ് അതുപോലത്തെയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്താണ്. സോ അത് പോയിട്ട് പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് ട്രാക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കുമാണ് ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന മീഡിയം ടെലിഗ്രാം ഗ്രൂപ്പ്സ് ആണെന്ന് അറിയുന്നത്. അപ്പൊ ഈ പെർട്ടിക്കുലർ ടെലിഗ്രാം ഗ്രൂപ്പ്സ് ഒരാൾ കണ്ടിട്ടുണ്ട്, നമുക്ക് ആക്സസ് ഇതാണെന്ന് അറിയായിരുന്നു. അതിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കുമാണ് പല കാറ്റഗറീസ് ഉള്ളത് വരുന്നത്. അതിൽ നോൺ ഫേസസ് ഉണ്ട്, സാധാരണക്കാരായിട്ടുള്ളവരുണ്ട്, ഹൗസ് വൈഫ്സ്, കുട്ടികൾ, ടീനേജേഴ്സ്, അണ്ടർ ഏജ് ആയിട്ടുള്ള ടീനേജേഴ്സ്. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ എവിടെയും പബ്ലിഷ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഇത് മാത്രം, ഫോട്ടോസും വീഡിയോസും മാത്രം. സെലിബ്സ് അങ്ങനെയല്ല, സെലിബ്സ് ഉള്ള കാറ്റഗറി അല്ല. സെലിബ്സ് വിട്ടൊരു സെലിബ്സിന്റെ അറ്റ്ലീസ്റ്റ് അവർ സബ്സ്ക്രിപ്ഷൻ ചാനലിൽ നിന്നോ അല്ലെങ്കിൽ ലൈവ് കോണ്ടന്റിൽ നിന്നോ എടുത്തതാന്ന് വിചാരിക്കാം. അല്ലാതുള്ളത് ഇത് എന്താണ്? ഇതിൽ അന്വേഷണത്തിൽ എത്തുന്നത് എങ്ങനെയാണ്? ഇത് ആളുടെ അറിവോടെയോ ആള് ഫ്രണ്ട്സിനോ ഷെയർ ചെയ്യാത്ത പിക്കാണ്? ഷെയർ ചെയ്യാത്ത പിക്സ് ഉണ്ട്, ഷെയർ ചെയ്യുന്ന പിക്സ് ഉണ്ട്, വില്ലിംഗ്ലി ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് മാത്രം, ഇപ്പോൾ ഹസ്ബൻഡിനോ ബോയ് ഫ്രണ്ടിനോ മാത്രം ഷെയർ ചെയ്യുന്ന പിക്സ് ഉണ്ടായിരിക്കാം. അല്ലാതെ ഇപ്പൊ എന്താ പറയണ്ടേ, ഫോണിന്റെ ഗാലറിയിൽ നിന്ന് ഡയറക്ട്ലി പോകുന്നതായിരിക്കാം. അങ്ങനത്തെയുള്ള പിക്ചേഴ്സ് കണ്ടപ്പോഴത്തേക്കുമാണ് ഈ കാര്യം പുറത്തോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു, എനിക്കത് ഉറപ്പായിട്ടും വേണം എന്നുള്ളത് തോന്നി. അതിന്റെ ബേസിസിലാണ് ടെലിഗ്രാമിന്റെ ഇതിലോട്ട് കിടക്കുന്നത്. ഇതും സബ്സ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെടുന്ന എങ്ങനെയാണ്? കാരണം ഇത്തരം വിഷയങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ്, വീഡിയോസ്, ന്യൂഡ് ഫോട്ടോസ് എല്ലാം ഒരു പക്ഷേ നമ്മുടെ ബോയ് ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനോ ഫ്രണ്ട്സിനോ ഷെയർ ചെയ്ത് പോയിട്ടില്ല, അല്ലെങ്കിൽ അവർ നമ്മുടെ ഫോൺ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഷെയർ ചെയ്ത് ഇത്തരം ടെലിഗ്രാം ഗ്രൂപ്പുകളിലോ പ്രൈവറ്റ് അക്കൗണ്ടുകളോ വരുന്നതിന് വിഷയങ്ങൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അത് അത്രയും സൈബർ കേസുകളായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത്. സബ്സ്ക്രിപ്ഷന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സ്വയമേ അവർ തയ്യാറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവര് കൃത്യമായിട്ട് അവർ പേയ്മെന്റ് വാങ്ങുന്നുണ്ട്. ഇത് റെക്കോർഡ് ചെയ്തത് മറ്റവരിലേക്ക് എത്തുമോ എന്നുള്ളതിന്റെ സാധ്യതകൾ അവർക്ക് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ തന്നെയാണ്. ഇതെവിടെ ബന്ധപ്പെട്ട് കിടക്കുന്നത്? ശരിക്കും എല്ലാവർക്കും സബ്സ്ക്രിപ്ഷന്റെ കണ്ടന്റ് പുറത്തോട്ട് പോകുന്ന അറിയാത്തവരും ഉണ്ട്. ഇപ്പൊ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർക്ക് അറിയായിരിക്കാം, അവര് ബാക്കിയുള്ളവരായിട്ട് കണക്റ്റഡ് ആയിട്ട്. ഇതല്ലാത്ത ചെറിയ കുട്ടികളുണ്ട്. ഇപ്പൊ പഠിച്ചൊരു ജോലിയായിട്ട് മാത്രം, ഇപ്പം ഇന്ത്യ എന്നുള്ളൊരു കൺട്രി പോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി കുറെ കോൺസ്റ്റിറ്റ്യൻസ് ഉള്ളവർ നമുക്ക് ചുറ്റും താമസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് ഒരു ഫേസ് കവർ ചെയ്തിട്ട് അങ്ങനെയൊക്കെ കംപ്ലീറ്റ്ലി അവരുടെ ഐഡന്റിറ്റി ഒരിക്കലും പുറത്തു വരില്ല എന്നുള്ള രീതിയിൽ
ഇതൊരു വരുമാന മാർഗമായിട്ട് എടുക്കുന്നവരെന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ ഹസ്ബൻഡ് അറിഞ്ഞിട്ട് തന്നെ വൈഫ് ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് കോണ്ടന്റ്സ് കൊണ്ട് മാത്രം ഒരു മാസം 1 lakh rupees വരെ സമ്പാദിക്കാമെന്ന് തീരുമാനിച്ച് ഇത് ചെയ്യുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് ഒരു കോടിയുടെ കഥ വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു മൊറാലിറ്റി എന്നുള്ളൊരു കാര്യം കംപ്ലീറ്റ്ലി താഴോട്ട് പോയിട്ട് ഇതങ്ങ് സർക്കുലേറ്റ് ചെയ്ത് കണ്ടു വഴി തെറ്റുന്നവർ എവിടെ തൊട്ട കുഞ്ഞുങ്ങൾ തൊട്ടാ ഇത് പുറത്തോട്ട് വരുന്നത് നമ്മുടെ റീൽസിലൊക്കെ ആയിട്ട് പുറത്തോട്ട് വരുന്നുണ്ട്. ചെറിയ കുട്ടികളുടെ വിരൽത്തുമ്പിലുണ്ട് ഈ കോണ്ടന്റ്സ്. എന്തിനാ ഇത്രയും ഇത് ചെയ്യുന്നത്? പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ സബ്സ്ക്രിപ്ഷന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി ഇതിന് തയ്യാറായിട്ട് പേയ്മെന്റ് വാങ്ങിയിട്ട് കാണാൻ നിൽക്കുന്നുണ്ട് ആൾക്കാർക്ക് ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കുറച്ച് പേർക്ക് അവരുടെ ആയിട്ടുള്ളൊരു 100 പേരാന്ന് വിചാരിക്കുന്നു. ആ 100 പേർക്ക് വേണ്ടിയിട്ട് അവര് ന്യൂഡ് വീഡിയോസ് ഇടാൻ തയ്യാറാവുന്നു പേയ്മെന്റ് വാങ്ങിയിട്ട്. ഇതല്ലാത്ത കുറെ പേരുകളിലേക്ക് 10,000-ലേക്കോ ലക്ഷത്തിലേക്കോ ഇത് മാറുന്നു. അവർക്കത് പേയ്മെന്റ് കിട്ടുന്നത് വരുന്നു. അല്ലെങ്കിൽ ഇവരുടെ പ്രൈവസി എന്നുള്ള സാധനം ഈ പറഞ്ഞ 100 പേരിലേക്കും സ്ട്രേഞ്ചേഴ്സിലേക്ക് കൊടുത്തു വിടുമ്പോഴും രണ്ടും ഒന്ന് തന്നെയല്ലേ? സെലിബ്രിറ്റീസ് ഇത് ചെയ്യുന്നു. ദേ ക്യാൻ, then why can't I? അവർക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണ കുട്ടി ചെയ്തു എന്ന് വിചാരിക്കാം. ഞാൻ അതിൽ തന്നെ ഒന്ന് ഇടപെട്ടോട്ടെ. ഇപ്പം അവരെ സെലിബ്രിറ്റി ചെയ്യുന്നു, സെലിബ്സ് ചെയ്യുന്നപ്പോൾ ഞങ്ങൾ കൂടെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നു. അത് അവരുടെ ന്യായമായിരിക്കും. ഇവരത് 100 പേർക്ക് വേണ്ടിയിട്ട് പേയ്മെന്റ് വാങ്ങിയിട്ട് ഇവർക്ക് കൊടുക്കുന്നു. ഓക്കെ, ആ വരുന്നത് പേഴ്സണൽ ആളുകളോ അവരുടെ ബോയ് ഫ്രണ്ടോ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന ആളുകളോ ഹസ്ബൻഡോ വൈഫോ ഒന്നുമല്ല, അല്ലല്ലോ, സ്ട്രേഞ്ചേഴ്സ് തന്നെയാണ് പക്ക. ഇവരിൽ നിന്ന് ഇത് റെക്കോർഡ് ചെയ്യാനോ പുറത്തു വിടാനോ പറ്റില്ല എന്നുള്ളത് അവർക്ക് അറിയാഞ്ഞിട്ടല്ല, അല്ലേ? അറിയാത്തവരും ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇതിനുള്ള സാധ്യതകൾ സ്വാഭാവികമായിട്ട് അവർക്ക് മനസ്സിലാക്കാലോ. എല്ലാവർക്കും അറിയണം. ഒന്ന്, ഇനി അങ്ങനെ തന്നെ നിലനിർത്തുക ചോദ്യം. ഇവരിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഈ 100-ൽ നിന്നുള്ളത് 1000 ആയിട്ട് പോകുന്നു, അല്ലെ? എവിടെയാണ് അവരുടെ പ്രൈവസിനെ ബാധിക്കുന്നത്? ഇവരിലേക്ക് പോകുമ്പോൾ ഈ പ്രൈവസി ബാധിക്കുമല്ലോ. ഈ പ്രൈവസി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഇതിനകത്തുണ്ടാവും. ആ പ്രൈവസി ഔട്ട് ആവുന്ന ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവരുണ്ടാവും. ചെയ്യുന്നവരുണ്ട്, ഉണ്ടാവുന്നല്ല, ഉണ്ട്. നിങ്ങളുടെ കോണ്ടന്റ്സ് റിമൂവ് ചെയ്യണമെങ്കിൽ ഇത്ര പൈസ വേണം എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്ന, ഇപ്പൊ ടെലിഗ്രാം മാഫിയയുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത്ര പൈസ വേണം എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിക്കുന്നവരുണ്ട്, പൈസ വാങ്ങിച്ചിട്ടും ഇത് റിമൂവ് ചെയ്യാത്തവരുണ്ട്. ഇമേജസ് ഇവിടെ ഉള്ളത് കൊണ്ട് ഇവര് ഡയറക്റ്റ്ലി പ്രോസ്റ്റിറ്റ്യൂഷനിലോട്ട് തിരിയണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇവരെ ലൈഫ് തന്നെ വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. ഇതെല്ലാം നടക്കുന്നത് ഈ സബ്സ്ക്രിപ്ഷന്റെ ഒരു വലിയ കാര്യം കൊണ്ടാണ്. ഈ സബ്സ്ക്രിപ്ഷനിൽ നിൽക്കുന്ന ആളുകളിലേക്ക് നമ്മളെല്ലാത്തിനും ഫോൺ റെക്കോർഡിങ്ങിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് അത്രത്തോളം മനസ്സിലാക്കാത്തവരാണ് ആക്ച്വലി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ടെലിഗ്രാം, നമുക്കിപ്പോ എത്ര മെമ്പേഴ്സ് ഉള്ളതെന്നല്ല, പല പല രീതിയിലുള്ള ചാനൽസ് ഉണ്ട്. അതിൽ ചെറിയ കുട്ടികളുടെ തൊട്ടുള്ള കോണ്ടന്റ്സും വെച്ചിട്ട് ഇത്രയും എന്താ പറയണ്ടേ, ലോകം കണ്ടിട്ടില്ലാത്ത ഇത് പുറത്തോട്ട് ഇത്രയും എക്സ്റ്റെൻഡില് സർക്കുലേറ്റ് ചെയ്ത് പോകുന്ന അറിയാത്തവര് ഇപ്പോഴും ഉണ്ട്. ചെറിയ കുട്ടികൾ തന്നെ ഉണ്ട്. ഇതിനപ്പുറത്തെ ഒരു ചിന്ത കൂടി ഇല്ലേ? വളരെ എളുപ്പം, ഭയങ്കര ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഈസി മണി എന്നുള്ള ഒരു സാധനത്തിലേക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ ഈ ചിന്ത മുൻപും വന്നേക്കാം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇത് അവരും ചെയ്യുന്നുണ്ടല്ലോ, എപ്പോൾ നമുക്കും ചെയ്യാം എന്ന് ചിന്തിപ്പിക്കുന്നിടത്താണ് ഇത് കുറേയും കൂടിയും ഇപ്പൊ രണ്ടാമതൊരു സെക്കൻഡ് തോട്ടിലോട്ട് പോവാതെ ഭയങ്കര ഈസി ആയിട്ട് ഇതിലോട്ട് പോവാൻ തയ്യാറാവുന്നല്ലേ? എവിടെ ശരിക്കും ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? എവിടെ എന്നുള്ളത് സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എഫേർട്ട് ഇടാതെ മാറ്റാൻ പറ്റത്തില്ല. ഒന്നാമത് ഇപ്പൊ ടിക്ടോക്ക് ബാൻ ചെയ്ത പോലെ ബാൻ ചെയ്യണം എന്നുള്ള രീതിയിലല്ല, പക്ഷെ വീടെന്നുള്ളൊരു ഇതിൽ മാത്രം നിന്നിട്ടൊന്നും കംപ്ലീറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കോണ്ടന്റ്സിന് ഇപ്പൊ ഒരു വാക്ക് പോലും നമ്മൾ ഉപയോഗിക്കുന്നത് പറ്റത്തില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള ഒരു ഹിൻഡ്രൻസും സബ്സ്ക്രിപ്ഷനോ ലൈവോ എക്സ്ക്ലൂസീവ് കോണ്ടന്റോ വരുമ്പോഴത്തേക്കും വരുന്നില്ല. അവിടെ എന്തും ആവാം എന്നുള്ള രീതിയിൽ പോവാം. പിന്നെ ഒരാൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മൾ ഗോ ഓൺ യു ആർ ഏർണിംഗ് വെൽ എന്നുള്ള രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നാലോ നടക്കത്തില്ല. പിന്നെ പണം എന്നുള്ളത് മാത്രമല്ല, ഇതിനകത്ത് കുറേ ആൾക്കാർ ഇത് സർക്കുലേറ്റ് ചെയ്യുന്നവര് ബാക്കിയുള്ളവരുടെ ജീവിതം തകരണം, അത് തകർന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തിലുള്ള സൈക്കോപാത്തായിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്ത് വേറൊരു വലിയ വിഭാഗമുള്ളത്. അവർക്ക് മണിയല്ല. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഊഹാപോഹങ്ങൾ പറയാൻ പറ്റില്ല, നമുക്ക് തെളിവുകൾ വേണം. ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു കൂട്ടുണ്ട്, മാഫിയകളുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയെങ്കിലും ഇത് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഇത് എന്താ ഇത്രയും ഉറപ്പിൽ പറയാനുള്ള തെളിവെന്ന് ചോദിക്കണം. ശരിക്കും അങ്ങനെ ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടോ? ഐ മീൻ അങ്ങനെ എവിഡൻസിന്റെ പുറത്താണോ സംസാരിക്കാൻ തയ്യാറാണ്? ഡെഫിനറ്റ്ലി. അതെ, ഇതിപ്പോ ഞാൻ ഒരു ഗ്രൂപ്പിന്റെ പുറകെയാണ് പോയിരുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളിലോട്ട് വരെ എത്താൻ പറ്റി. സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരാള്,
ആൾക്ക് ലൈക്ക് ലേഡീസുമായിട്ടൊന്നും അധികം ഇന്ററാക്ഷൻ പോലും ഇല്ലാത്ത ഒരാള് എങ്ങനെ ഇതിലോട്ട് എത്തി, ആളുടെ സെക്ഷൽ ഡിസൈസ് ഇതെന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇത് ലൂപ്പ് പോലെ പെട്ട് ഞാനൊരു വോയിസ് കേൾപ്പിച്ചു തരാം. അപ്പൊ ഇവരെയും ശരിക്കും മണിയല്ല, അല്ലാതെ മണി മാത്രമല്ല ഒരു തവണ ഇതുപോലെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് ആള് സർക്കുലേഷൻ ചെയ്ത് തുടങ്ങി, പിന്നെ അതിലുള്ള മെമ്പേഴ്സ് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് പിന്നെയും ഇത് തന്നെ ചെയ്യേണ്ടി വരുവാണ്. മണി ഒരു ചെറിയൊരു ഫാക്ടറായിട്ട് പിന്നെ മാറുക, ആ ലൂപ്പിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വോയിസ് ആളുടെ വോയിസ് ആണ് അത് കേട്ട് നോക്കും. ഈ മലയാളത്തിന്റെ ഇടയ്ക്കല്ല അത് ന്യൂഡിറ്റി ആയിട്ടുള്ള കോണ്ടന്റിങ്ങിന്റെ സ്പ്രെഡ് ചെയ്യുന്നവരെ പറഞ്ഞില്ലേ, അവരുടെ പേരുകൾ, എല്ലാവരുടെയും പേരുകൾ, ഇപ്പൊ ഉള്ള പേരുകളൊന്ന് പറഞ്ഞേ, എനിക്ക് സ്പെല്ലിംഗ് ഉൾപ്പെടെ വേണം. എങ്ങനെ പേര് ഇപ്പൊ ഈ ന്യൂഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഇടത്തില്ലേ അത് സ്പ്രെഡ് ചെയ്യുന്നവര്, സ്പെല്ലിംഗ് ഉൾപ്പെടെ പറഞ്ഞേ. ലിങ്ക് അയച്ച് തന്നാ മതി. അതിന്റെ ഒക്കെ ഇതൊരു ഞാൻ ഇപ്പൊ ഇരുന്ന എല്ലാത്തിന്റെ ലുക്കും ഡീറ്റെയിൽസ് എല്ലാം വെച്ചു ഇതുവരെയുള്ള എല്ലാ മോഡൽസിന്റെ അറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. എത്ര ടീനേജേഴ്സ് ആണ് ഈ കോണ്ടന്റ് ഒക്കെ ഇട്ടത് വഴി വഴി തെറ്റുന്ന വല്ല ബോധമുണ്ടോ? എന്തോരോ ആൾക്കാർ വലിയ തെറ്റാണെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഞാനത് ഒരിക്കലും ഞാൻ ചെയ്ത തെറ്റും ന്യായീകരിക്കോ കാര്യങ്ങളോ അല്ല. ഞാൻ ഈ ഒരു ലൂപ്പിൽ പെട്ടുപോയി. ഞാൻ ഈ ചെയ്യുന്ന കാര്യം ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടന്റ് വാങ്ങുമ്പോൾ അങ്ങനെ ആയിരുന്നു ഞാൻ ആദ്യം. അതായത് ഈ മോഡൽസിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു. പിന്നീട് പൈസ തികയാണ്ടായപ്പോ പൈസ ഇല്ലാണ്ടായപ്പോ, അതായത് പല മോഡൽക്കും വലിയ എമൗണ്ടിന് 4000 ഒക്കെ വിളിച്ചിട്ടാണ് അവർക്ക് ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ വാങ്ങാനോ അവര് എല്ലാരും കൂടെ അതിൽ കുറച്ച് ആൾക്കാരൊന്നും കൊണ്ടുപോയിട്ട് എല്ലാരും കൂടെ ഒരു ഗ്രൂപ്പിലേക്ക് ഒരുമിച്ചിടുമ്പോൾ അങ്ങനത്തെ ഒരു ലൂപ്പിൽ പെട്ടുപോയി. സത്യം പറഞ്ഞ സെക്ഷൽ ഫ്രസ്ട്രേഷന്റെ ഭാഗമായിട്ട് പെട്ടുപോയതാണ്. ഞാൻ ഒരിക്കലും ഞാൻ ചെയ്ത തെറ്റ് ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റല്ലാന്ന് വാദിക്കുകയില്ല. ആ സാറ് വിളിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞിട്ട് ഇത് എന്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ ചെയ്ത തെറ്റാണ്. പക്ഷെ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാനല്ല. ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഞാൻ ലീക്ക് ചെയ്തിട്ടില്ല. എല്ലാം എനിക്ക് ലീക്ക് ചെയ്യാനുള്ള ആക്സസോ കാര്യങ്ങളും ഇല്ല. ലീക്ക് ചെയ്യുന്നത് ഇതിനേക്കാളും വലിയ മാഡം, ഇത് പൈസക്കല്ലാണ്ട് ചെയ്യുന്ന വലിയ സൈക്കോപാത്തുകളുണ്ട്. ഇപ്പൊ അതായത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ അവർക്ക് അവരുടെ സുഖം എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ഷെയറിങ്ങും കാര്യങ്ങളോ അല്ലാതെ അവർക്ക് പൈസയും കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞ എനിക്ക് എന്റെ പൈസ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മോഡൽസിന്റെ കണ്ടന്റുകൾ വാങ്ങാനും പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ പൈസ അത് ആ ഒരു ലൂപ്പ് പെട്ടുപോയിട്ട് ഞാൻ അങ്ങനെ പിന്നെ അടുത്തത് സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് ഇടുന്നുണ്ട്. ഇതിൽ ആൾ തന്നെ ഉപയോഗിക്കുന്ന വാക്ക് ഞാൻ ഇതിൻ്റെ ലൂപ്പിൽ പെട്ടുപോയ ആളാണ്. അതായത് ഇതിൽ പെടുന്ന പെൺകുട്ടികൾ മാത്രമല്ല ആളും പെട്ടുപോയെന്ന്. ചിലപ്പോൾ ആളെ ന്യായീകരിക്കാനും ആളുടെ ഭാഗം ചിലപ്പോൾ സംരക്ഷണം പറഞ്ഞിരിക്കാം. അതെ, അപ്പോൾ ആൾ ചെയ്യുന്ന തെറ്റിന്റെ വലുപ്പ ചെറുപ്പങ്ങൾ പറയുന്നു, സ്വയം ന്യായീകരിക്കുന്നു. ശരിക്കും ഇതിന് പിന്നിൽ ഡ്രൈവ് ചെയ്യുന്ന കുറെ പേരില്ല. ഇപ്പോൾ ഇത് ഏറ്റവും ചെറിയ എണ്ണിയായിരിക്കില്ലേ ചിലപ്പോൾ. ഇയാൾ തന്നെ പറയുന്നുണ്ട് ഇയാള് ലീക്ക് ചെയ്യുന്നില്ല എന്ന്. ഒരു ഗ്രൂപ്പിൽ നിന്ന് എടുത്തിട്ട് വേറൊരു ഗ്രൂപ്പിലോട്ട് അങ്ങനെ ഇയാൾ കിട്ടുന്ന പൈസ പോലും അയാൾക്ക് അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. ഇതല്ലാതെ ഈ സോഴ്സ്, ഈ കോണ്ടന്റ് ഒക്കെ വരുന്നതിന്റെ സോഴ്സ് ഉൾപ്പെടെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് എന്തോരം ഉണ്ടാവുന്ന ഈ കാണുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് എന്തൊക്കെയുള്ള ഫുട്ടേജസ് എടുക്കുന്നുണ്ട്, എത്ര വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്, ലൈവ് കോണ്ടന്റ്സ്, നെറ്റ്വർക്ക് എത്ര വലുതായിരിക്കും. കേരളം ലൈക്ക് മലയാളികളുടെ തന്നെ കോണ്ടന്റ്സ് വെച്ചിട്ട് ഇത് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്, കേരളത്തിന്റെ മാത്രം. ഇപ്പൊ ഈ ആളിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു ശരിക്കും? ഈ ഗ്രൂപ്പ് നമ്മൾ മോണിറ്റർ ചെയ്ത് മാസങ്ങളോടെടുത്ത് അപ്പോൾ ഓരോരോ പല സബ് കാറ്റഗറീസ് വരും. ഫസ്റ്റ് ഒരു ഗ്രൂപ്പിൽ തന്നെ നിന്ന് അതിന് ജോയിനിങ് ഫീ ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ പോലെ എല്ലാ മാസവും അതിന് പൈസ അടയ്ക്കണം. അങ്ങനെ നിന്ന് പിന്നെ നെക്സ്റ്റ് ഗ്രൂപ്പിലോട്ടുള്ള ആക്സസ് അവിടെ ഇങ്ങനെ ആഡ് പോലെ പ്ലേസ് ചെയ്യുവാണ്, ട്രെയിലർ പോലെ ഇട്ടിട്ട് പിന്നെ ഫുൾ കോണ്ടന്റ് വേണമെങ്കിൽ ഇത്രയും കൂടെ പേ ചെയ്യാൻ പറഞ്ഞാൽ അടുത്ത ഗ്രൂപ്പിലോട്ട്, അവിടെ നിന്ന് അടുത്ത ഗ്രൂപ്പിലോട്ട്. ഓരോ ഗ്രൂപ്പിനും ഓരോരോ കാറ്റഗറീസ് ആണ്. അത് വേണമെങ്കിൽ പിന്നെ നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ലൂപ്പില്ലേ, ചില ഗ്രൂപ്പില് ഇതുപോലും ഇല്ല, പേയ്മെന്റ് പോലും ഇല്ല. കംപ്ലീറ്റ് ആക്സസ് ആയിട്ട് കുറച്ച് എക്സ്ക്ലൂസീവ് സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. അത് കണ്ടിട്ട് അത് കിട്ടാൻ വേണ്ടിട്ട് ഇത് ഈ ഗ്രൂപ്പ് ഒന്നും വിട്ട് ആൾക്കാർ പോവാതിരിക്കാൻ എവിടോട്ടാ പോക്കുന്നൊന്ന് ആലോചിച്ചു നോക്കി. ആ വോയിസ് തന്നെ വ്യക്തമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം ഗ്രൂപ്പുകളിൽ റിക്വസ്റ്റുകളും സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടിണ്ടാവും. ഇപ്പം നമ്മളൊരു ഗ്രൂപ്പ് ഷെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത്തരം ആളുകളുടെ എന്നുള്ള രീതിയിലേക്ക് പ്രത്യേകിച്ച് സിലിപ്സിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് ഇത് വന്നിട്ടുണ്ടാവാം. ഇങ്ങനെ വരുന്ന ആവശ്യങ്ങൾ മറുപടികളായിട്ട് മാറുന്ന ഒരു പക്ഷേ AI പിക്സലോടായിട്ട് മാറാനുള്ള സാധ്യതയില്ലേ? ഇപ്പോൾ ഉണ്ട്, മോർഫ്ഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഉണ്ട്. പക്ഷെ ഒന്നും മോർഫ്ഡ് ആണെന്ന് അതിനകത്ത് പറയുന്നില്ല.
എല്ലാം റിയൽ വെരിഫൈഡ് ആണ് എന്നുള്ളത് കംപ്ലീറ്റ്ലി വെരിഫൈഡ് ആണെന്നുള്ള രീതിയിലാണ് വരുന്നത്. കാരണം എയിൽ ഇപ്പോൾ ഉള്ളൊരു ഇമേജസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവത്തില്ലല്ലോ റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത് മനസ്സിലാവത്തില്ല. അങ്ങനെ രീതിയിൽ ഇത്രയും പൈസ മുടക്കി ഇത്രയും വലിയ നെറ്റ്വർക്ക് ഇത്രയും കോടിക്കണക്കിന് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് പൈസയുടെ ബിസിനസ് ആയിട്ട് തന്നെ ഇത് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിപ്പോ ഒരാള് റീസെലർ ആയിട്ടുള്ള ഒരാളുടെ വോയിസ് ആയി ഇപ്പൊ കേട്ടെ. അപ്പോൾ ഈ കോണ്ടന്റ് പ്രധാനമായിട്ട് എടുക്കുന്നവരുണ്ടായിരിക്കുമല്ലോ. ഈ ആൾക്ക് അതിനൊപ്പം ഇത്ര വലിയ കണ്ണികൾ ഉണ്ട് എന്ന് ആള് പറയുന്നുണ്ടെങ്കിൽ ആൾ കൃത്യമായിട്ട് അറിയാതെ പറയില്ല അല്ലെ? ഒരിക്കലും പറയത്തില്ല. ഇത് ശരിക്കും ഒരു പാലല്ലേ? ഇങ്ങനെ ഈ ആളിലൂടെ ശരിക്കും അവരിലേക്ക് എത്താൻ പറ്റില്ല. ശരിക്കും പറ്റണം. എവിടെ ശരിക്കും അത് പറ്റാതെ പോകുന്നത് എന്താ? അല്ലെങ്കിൽ എന്റേതായ ഇൻഡിവിജ്വൽ ലെവലിൽ ലക്ഷ്മി സർവീസിൽ പറയുമ്പോഴും അവർക്ക് ഇതിന്റെ പരിമിതികൾ വരുന്നത് എവിടെയാ? അവർക്ക് ഇതൊക്കെ ചെയ്യുന്നത് ചിലപ്പോ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്ര ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കത്തില്ല ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ സർഫസ് ലെവലിലുള്ള നെറ്റ് മാത്രമല്ല, ഡീപ് വെബും ഡാർക്ക് വെബും ഒക്കെ ഉണ്ട്. അതുവഴിയൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഐഡിയ ഒക്കെ ട്രാക്ക് ചെയ്ത് പോകാനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവാം. ബട്ട് സ്റ്റിൽ ദേ ആർ ട്രൈങ് ദെയർ ബെസ്റ്റ്. എല്ലാ ഇഷ്ടംപോലെ പരാതികൾ ഇപ്പം കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മളും കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട് ഇഷ്ടംപോലെ കേസസ് ഉണ്ട്, ടൈം എടുക്കും, പക്ഷെ പിടിക്കാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല. ടൈം എടുത്തിട്ടാണെങ്കിലും ട്രാക്ക് ഡൗൺ ചെയ്തിട്ട് ഇതാക്കാൻ പറ്റും. ഇതുപോലെ ഇതിലോട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത്തരം ഗ്രൂപ്പുകളിലോട്ടുള്ള എൻട്രി പലർക്കും ഈസി ആയിട്ട് പറ്റും. ഇങ്ങനെ ആൾക്കാരെ അവർ നോക്കിയിരിക്കുകയാണ്. സോ ആരെങ്കിലും അങ്ങനെ മുൻകൈ എടുത്തിട്ട് കുറച്ച് പേര് വിചാരിച്ചാൽ കുറെ കാര്യങ്ങൾ ടാക്കിൾ ചെയ്യാൻ പറ്റണം. അവനവൻ അറിഞ്ഞുകൊണ്ട് ഇപ്പം ഇടുന്ന ഫോട്ടോസ് വീഡിയോസ് ആണ്, ന്യൂഡ് ഫോട്ടോസ് ആണ്, വീഡിയോ ആണെങ്കിലും ഇതല്ലാതെ നമുക്ക് കുറേ കാലം മുതൽ നമുക്ക് കേൾക്കുന്നതാണ് ഇന്റർനെറ്റ് ഫോട്ടോസ് പ്രചരിക്കുന്നതിൽ AI പിക്ചേഴ്സ് ഇപ്പോൾ വരുന്നു, മോഫ് ചെയ്തിട്ടുള്ള ഫോട്ടോസുകൾ വരുന്നു എന്നുള്ള രീതിയിൽ പരാതി കൊടുക്കുന്നത്. അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരെ ഫോട്ടോ വെച്ച് ചെയ്യുന്നത്. ഇവരുടെ കാര്യത്തിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഇവരുടെ അറിവോടെ ഇവർ വില്ലിങ് ആയിട്ട് ഇവർ മണിക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു വേ എന്നുള്ള രീതിയിലേക്ക് തിരഞ്ഞെടുത്തവരാണ്. ഇവർക്ക് പരിമിതികൾ വരും. എൻ്റെ അറിവോടെ ഞാൻ ഷെയർ ചെയ്ത ഫോട്ടോസ് ആളുകളിലേക്ക് എത്തി. ഇവർക്ക് എന്തിന്റെ പേരിലാണ് പരാതിപ്പെടാൻ പറ്റുക? ഇവര് ചിലപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടാവുക ഈ സബ്സ്ക്രിപ്ഷന്റെ ചാനൽ മാത്രമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഡേറ്റിംഗ് ആപ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിനകത്തുള്ളത്. പിന്നെ ചില ടോക്കിംഗ്, നിങ്ങൾ ബോർ അടിച്ചിരിക്കുവാണോ 5 മിനിറ്റ് സംസാരിക്കാൻ ഇത്ര രൂപ 500 രൂപ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ട്സ് ആപ്പുകൾ. അതുപോലെ ഉള്ളതിന്റെ എല്ലാം പിന്നിൽ നടക്കുന്നത് ഇതേ കാര്യമാണ്, സെയിം കാര്യമാണ്. അൾട്ടിമേറ്റ്ലി അവർക്കുള്ള മണി സോഴ്സ് അത് ഈ പൈസ കൊടുത്ത് ഇവരോട് സംസാരിക്കുന്നവരുടെ മണി സോഴ്സ് മാത്രമല്ല, ഇത്തരം ടെലിഗ്രാം മാഫിയകൾ പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ളതായിരിക്കാം ചിലപ്പോൾ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. അപ്പം നടക്കുന്നത് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ മറ്റത്തരത്തിലുള്ള ആപ്പുകളിലെ ഇത് ഇൻഡയറക്ട്ലി ഇങ്ങനെ പോകുന്നതാണോ? ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ബോധപൂർവ്വം അവർ ഷെയർ ചെയ്ത ഫോട്ടോസ് ആളുകളിലേക്ക് സ്പ്രെഡ് ആയി പോകുന്നുള്ളത് അവർ ഏത് രീതിയിൽ അവർ പരാതിപ്പെടും? കാരണം അവരുടെ അറിവോടെ സമൂഹത്തോടെ ആളുകളിലേക്ക് ഏത് രീതിയിൽ ഇത് തെറ്റും ശരി ഇതാക്കും, സബ്സ്ക്രിപ്ഷന്റെ ഇതിൽ നിന്ന് പോയി എന്നുള്ളത് വെച്ച്. കാരണം അവർ കൊടുത്തുള്ള സ്ട്രേഞ്ചേഴ്സ് തന്നെയാണ് അല്ലെ? അവരുടെ പേഴ്സണൽ സ്പേസിൽ ഷെയർ ചെയ്ത ഫോട്ടോസ് അല്ല, അവർ കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചേഴ്സ് ആളുകൾക്ക് പണം വാങ്ങിയിട്ട് കൊടുക്കുന്ന ഫോട്ടോസ് ആണ്. സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ, ഒത്തിരി ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇതങ്ങ് നോർമലൈസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇത് അവർക്ക് ചെയ്യാമെങ്കിൽ ഞാൻ ചെയ്യുന്നതും ഇത് തെറ്റാണെന്ന് അവർക്ക് തോന്നത്തില്ല. ചിലപ്പോൾ അടുത്തുള്ള പരിചയക്കാർ അറിയുമ്പോൾ മാത്രമാണ് അവർക്ക് അതൊരു പ്രശ്നമായിട്ട് മാറും. അവര് പറയുന്ന സാധനം എനിക്ക് പേയ്മെന്റ് ആക്കിയിട്ട് ടിക്കറ്റ് എടുത്തവര് ഷോ കണ്ടോ, ടിക്കറ്റ് എടുക്കാത്തവർ എന്റെ സിനിമ പുറത്തു നിന്നുള്ള രീതിയിലേക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാണണ്ട എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്നതിന്റെ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. അവരുടെ പ്രൈവസിന് ഒരു പ്രശ്നമല്ല, ഇത്രയും സ്ട്രേഞ്ചേഴ്സ് അത് കാണുന്നത് അവർക്ക് പ്രശ്നമല്ല. ടിക്കറ്റ് എടുക്കാത്തവര്, സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവര് സാധനം എത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അവരെ പ്രൈവസി അല്ലേ പ്രശ്നം, അവര് മണിയല്ലേ പ്രശ്നം. അപ്പൊ മണിയല്ലേ പ്രശ്നം വരുന്നുള്ളൂ. അവരെ പരാതി വരുന്ന എന്റെ പ്രൈവസി, എന്റെ ഇമ്മ്യൂണിറ്റി എല്ലാവരിലേക്ക് എത്തി എന്നുള്ളതല്ല പ്രശ്നം വരുന്നത്. അതില്ലാത്ത ഒരാളുകളിലേക്ക് എത്തി എന്നല്ല പ്രശ്നം വരുന്നത്. അപ്പൊ രണ്ട് കാറ്റഗറി ആയില്ലേ ശരിക്കും? അതെ, അങ്ങനെ ഒരു പരാതി അധികം. ഇപ്പൊ ഞാൻ വേറൊരു സ്റ്റേറ്റിൽ അതുപോലൊരു പരാതി പോയതിന് മീഡിയക്കാർ തന്നെ അതിന് ജഡ്ജ്മെന്റലായിട്ട് കൈയേറ്റം ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമുക്കിത് ന്യൂയിസൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. കുറെ പേർക്കെങ്കിലും ഇത് ന്യൂയിസൻസ് ആണ്. നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്തത്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ കാണാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഇതുപോലുള്ള ഇവര് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഫീഡിലും കാര്യങ്ങളിലും വരുന്നത്. സോ ദാറ്റ് ഹാസ് ടു സ്റ്റോപ്പ്. പൈസയ്ക്ക് വേണ്ടിയിട്ട് താഴോട്ട് പോകാം, പക്ഷെ ഇത്രയും താഴോട്ട് പോകാൻ പാടില്ലല്ലോ. അവരിലുണ്ടാവണം. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പൈസ മാത്രമല്ല ഇത്, എത്ര പേരുടെ ബ്ലഡ് ആൻഡ് കണ്ണീരുള്ള മണിയാണതെന്നുള്ളത് അവർക്ക് ആ തിരിച്ചറിവ് വരണം. എന്നാൽ മാത്രമേ അവർ നിർത്തത്തുള്ളൂ. നമ്മൾ പല കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ ആളുകളിലേക്ക് ഇതെന്താ സംഭവം എന്നുള്ള ചോദ്യം ഉണ്ടാവും. ഇതൊരു പ്രശ്നമാണ്. എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് ഇങ്ങനെയാണല്ലേ എന്ന് പറയും. ഒട്ടും അറിയാത്തൊരു വിഷയമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നായിരിക്കും ചിന്തിക്കുക. അത്തരത്തിലൊന്നായിരുന്നു ശരിക്കും ഫാഷൻ ടിവിയുടെ കാര്യം. അപ്പം ശരിക്കും ഇത് വലിയൊരു സ്കാമാണ്. ഇതിന് പിന്നിലുള്ള ശൃംഖല ഭയങ്കര വലുതാണ്. ഇത്രയും ആളിലേക്ക് ഇത് സ്പ്രെഡ് ആയിരിക്കുന്നു. നമ്മൾ കാണാൻ പോകുന്ന ബിൽഡ് ചെയ്തെടുക്കുന്ന കുറേ ബ്രാഞ്ചസുകൾക്ക് പിന്നിൽ മുഖമില്ലാത്തൊരാളുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സ്കാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് എന്താ ശരിക്കും ഇതിൻ്റെ പിന്നിലെ കാര്യം? കാരണം പലർക്കും ഇത് കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളത്
ലക്ഷ്മിക്ക് ബോധ്യമുണ്ടോ? ഒരു ബ്രാൻഡിന്റെ പേര് ആ. അത് വെച്ചിട്ട് നടത്തിയ ഒരു വലിയ സ്കാം ആണിത്. അതെ. നമ്മൾ പേര് കേട്ടാൽ ആരും അങ്ങനെ പെട്ടെന്ന് സംശയം തോന്നാത്ത ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അവിടെ ഫ്രാഞ്ചൈസി ആയിട്ട് ഇന്ത്യയിൽ വരുമ്പോൾ ഓഫ് കോഴ്സ് അത് അവർക്ക് പറ്റിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ നടന്നത് അതിന്റെ ബ്രാൻഡിന്റെ ഓണർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ആള് വന്ന് ഫ്രാഞ്ചൈസി എടുത്തത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ആദ്യം നോക്കിയത് ഫിനാൻഷ്യലി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് ഇവിടെ ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ. ഇതിലേക്ക് എനിക്ക് മെയിൻ മീഡിയാസ് ഇത് അത്ര കവർ ചെയ്യുന്നതും കണ്ടിട്ടില്ല. സോ സ്റ്റിൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സലോൺസും അതിന്റെ അക്കാഡമീസ് വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ അവർ ഇൻഫ്രാസ്ട്രക്ചറിലോട്ടും ബിൽഡിംഗ് ടവേഴ്സ് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വിളിച്ചു നോക്കൂ, റോഹൻ ഇപ്പൊ നമ്പർ എന്ന് അവരെ വിളിച്ചാലും ഫ്രാഞ്ചൈസി എടുക്കുന്നതിന്റെ ഡീറ്റെയിൽസ് അവർ പറയും. ഞാനപ്പോ ഇത്രയും വിഷയങ്ങൾ അറസ്റ്റുകൾ ഉണ്ടായിട്ടും സ്റ്റിൽ ആ പരിപാടി പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവര് ഉദ്ദേശിക്കുന്ന എന്താ? ഇവരെ ഇപ്പം ഇതിന്റെ മാക്സിമം മണി മിൽക്ക് ചെയ്യുക. അത് ഇന്ത്യയിലും അല്ല, ഇന്ത്യയുടെയും പുറത്തോട്ടാ പോകുന്നത്. മാക്സിമം പൈസ ഉണ്ടാക്കുക, പറ്റിക്കപ്പെടാൻ ലൈക്ക് സ്പെൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് പറ്റിച്ച്. ഇതിപ്പോ ഞാൻ ചെയ്തത് മലയാളത്തിലുള്ളൊരു വീഡിയോ ആണ്. ഓൾ ഓവർ ഇന്ത്യ എത്രത്തോളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കി. ഞാൻ ഫ്രാഞ്ചൈസി എടുക്കാൻ എന്നുള്ള രീതിയിൽ മുംബൈയിൽ ഇവരുടെ ഓഫീസ് വരെ വിസിറ്റ് ചെയ്ത് നോക്കി. നമുക്ക് യാതൊരു ഇതും തോന്നത്തില്ല. ഇതിനകത്ത് കാശിഫ് ഖാൻ, ആളുടെ വൈഫ് രുക്മിഹുഡ, എല്ലാവരും ഫിസിക്കലി അവിടെ പ്രസന്റ് ആണ്. അറസ്റ്റിന് മുന്നേ ആണ്. പക്ഷെ ഇത്രയും പേര് കബളിപ്പിക്കപ്പെട്ടു, എത്രയും പൈസ പോയി, ഇതിൽ അറസ്റ്റിലായിരുന്ന ആളുകളിലേക്ക് ഇത് എത്തിയിട്ട് പോലും ആളുകൾ പിന്നെയും ഇതിന്റെ ഇടയിൽ വന്ന് ഇതായി പോകുന്നു. ഫസ്റ്റിലത്തെ ഈ പേര്, ഈ ബ്രാൻഡിന്റെ പേര് കാണുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു മെയിൻ ഒരു ബ്രാൻഡിന്റെ പേര് വരുമ്പോഴത്തേക്കും ചിലപ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ ഓക്കെ അത് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു നെയിമാണ്, രണ്ടാമത് നോക്കേണ്ടി വരത്തില്ല എന്ന് വിചാരിക്കും. ഇപ്പൊ ഇവർ ഈ സ്കാം നടത്തിയ രീതി ആണെങ്കിൽ പോലും പല പല പേരുകളിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് അങ്ങനെയാണ് ഓരോരോ പേരിന്റെ അനുസരിച്ചാണ് ഇവര് പേയ്മെന്റ് വാങ്ങിക്കുന്നത്, പിന്നെ അതിന്റെ എഗ്രിമെന്റ് തരുന്നത്, അങ്ങനെ ഓരോ കാര്യം പല രീതിയിൽ ചെയ്തു. അപ്പോൾ ഒരു കേസായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ട്രാക്ക് ഡൗൺ ചെയ്തവരിലോട്ട് എത്തരുത്, ലൈക് പിന്നിലുള്ളവരോട്ട് എത്തരുത് എന്ന് ഭയങ്കരമായിട്ടും പ്ലാൻ ചെയ്തിട്ടാ ചെയ്യുന്നത്. പറ്റിക്കപ്പെട്ടവര് ഇത് മനസ്സിലാക്കുന്നത് തന്നെ ക്രോർസ് അവര് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാ. ഓക്കെ, ഇപ്പൊ അതെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ, ഇപ്പൊ ഷീമാട്ടിയുടെ ഓണർ ഉൾപ്പെടെയുള്ള ബീനാക്കണ്ണൻ ഉൾപ്പെടെയുള്ളവര് വരെ അവർക്ക് നമ്മൾ സാധാരണ ചിന്തിച്ച് നോർമലി അവർക്ക് പറ്റുമെങ്കിൽ ഞാൻ ചോദിക്കുന്നതാ, കബളിക്കപ്പെടുന്നവര് സ്റ്റാർട്ടപ്പ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നവരോ ലോൺ എടുത്ത എമൗണ്ട് സംഘടിപ്പിച്ചിട്ട് ഫ്രാഞ്ചൈസി എടുക്കുന്നവരോ അല്ല. ഇതിൽ തന്നെ ഓൾറെഡി വ്യവസായ കേരളത്തിൽ എത്രത്തോളം പ്രമുഖരായിട്ടിരിക്കുന്ന വ്യക്തികൾ ഇതിൽ പെടുന്നു പറഞ്ഞു. അപ്പൊ ഇവർ ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ടാണ് ശരിക്കും നടക്കുന്നത് ഈ ഒരു സ്കാം എന്നുള്ള രീതിയിൽ. പ്ലാൻഡ് ആയിട്ടാണ് നടക്കുന്നത്, വളരെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് നടക്കുന്നത്. എത്രത്തോളം ആൾക്കാർ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ, അല്ലെങ്കിൽ ഈ അറസ്റ്റിനും ഇത്രയും ന്യൂസെങ്കിലും പുറത്തോട്ട് വന്നിട്ടുണ്ടല്ലോ. ഇത് മീഡിയയിൽ നല്ല രീതിയിൽ എന്തുകൊണ്ടാണ് ന്യൂസ് സപ്രസ് ചെയ്യാനും പറ്റുമല്ലോ. നല്ല രീതിയിൽ പൈസ മുടക്കിയിട്ടായിരിക്കണം. മെയിൻ ചാനൽസ് ഇത് ഇന്ന് കണ്ടിട്ടില്ല. ഇത് എവിടെ അങ്ങനെ ലൈക്ക് എനിക്കിത് ചെയ്യുന്ന സമയത്ത്, ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരാളെങ്കിലും ഒരാൾ എത്ര പേര് മെസ്സേജ് അയച്ചു എന്നറിയോ, ഫ്രാഞ്ചൈസി എടുക്കാനിരുന്നതാണ്, എന്താണ് ഫസ്റ്റ് ഒരു പ്രോമോ വീഡിയോ പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് കാര്യം, ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ കേരളത്തിൽ ഇത് എടുക്കാൻ വേണ്ടി ഈ ഇത്രയും പൈസ മുടക്കണമെങ്കിൽ അത്യാവശ്യം ആൾക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ആയിരിക്കും. ബിസിനസ്സുകാരോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് വർക്ക് ചെയ്തിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും കൂടുതലും. ലക്ഷ്മിക്ക് ഈ വിഷയത്തെ കുറെ കൂടി അടുത്തറിയുന്നത്, ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന പിന്നെ അടുത്ത വൃത്തത്തിൽ ആർക്കെങ്കിലും പറ്റിയപ്പോഴായിരുന്നു? യെസ്, എന്റെ ഫ്രണ്ട്സിന് ഉൾപ്പെടെയുള്ളവർക്ക് പറ്റിയിട്ടുണ്ട്. ശരിക്കും അവരെ സമീപിക്കുന്നത് എങ്ങനെയായിരുന്നു? ശരിക്കും അവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളും നമ്മൾ തന്നെ കാണുന്നുണ്ട്, കൺമുന്നിൽ കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പിന്നിൽ എത്ര വലിയ സ്കാം ആയിട്ട്, അപ്പൊ ഒന്നോ രണ്ടോ പേരല്ല, ഓൾ ഇന്ത്യ ലെവലിലോട്ട് പോകുമ്പോഴത്തേക്കുമാണ് വേറെ ഓരോ സ്റ്റേറ്റിലും FIR ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ഇത് കിടക്കുവാണ്, വർഷങ്ങളായിട്ട് കിടക്കുവാണ്. അതായത് ഇപ്പൊ അവര് ബിൽഡ് ചെയ്തെടുക്കുന്നതിന് അവരാദ്യം ഇപ്പൊ നമ്മളുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ അവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ടായിരിക്കുമല്ലോ, ഇത്ര ഒരു എമൗണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അവർ നോർമലി ഇപ്പൊ ഫ്രാഞ്ചൈസി എടുത്തു, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇത് ബിൽഡ് ചെയ്തെടുക്കാനും പറ്റില്ല, പ്രത്യേകിച്ച് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അപ്പം ഇത്ര എമൗണ്ടിൽ വേണം എന്നുള്ള രീതിയിലേക്ക് ആദ്യമേ ഒരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടാവില്ലേ? എത്ര പേര് ആവശ്യപ്പെടുന്ന എമൗണ്ട് എത്രയാണ്? തുടക്കത്തിൽ ഫ്രാഞ്ചൈസി എടുക്കാനായിട്ട് തന്നെ ലാക്സ്, ഒരു 30 lakhs അതുപോലത്തെ ഉള്ളൊരു. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ആവുന്നത് ഇപ്പൊ സലോൺസ് ആയിരുന്നു. ആ സലോണിന്റെ ഒക്കെ ഒരു മിനിമം 1 crore എങ്കിലും സ്പെൻഡ് ചെയ്തിട്ട് ഒരു സലോൺ തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം അത് അഡ്വാൻസ് കൊടുക്കണം, അതിന്റെ ലീസിന് എടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യണം, എമൗണ്ട് കാണണം, അവിടെ ബിൽഡ് ചെയ്തെടുക്കണം, ഇന്റീരിയർ പരിപാടി ചെയ്യണം. അപ്പൊ തന്നെ അതിന്റെ ഒരു ആർക്കിടെക്റ്റിനെ പോലും അവര് പറയുന്ന ആർക്കിടെക്റ്റിനെ ഹയർ ചെയ്തിട്ട് അതിന്റെ ഇന്റീരിയർ പോലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ബ്രാൻഡ്സ് പറയുന്നത് തന്നെ യൂസ് ചെയ്യണം, എന്നിട്ട് അത്രയും ലക്ഷറി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വിചാരിക്കണം, ഇവര് കൊണ്ടുപോയ പൈസ മാത്രമല്ല, ഈ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് മുടക്കുന്ന പൈസ അതുപോലും പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ ഇത്രയും പൈസ ചെലവാക്കി വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പൊതുവെ കാണുന്നത്
ഇപ്പം ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ബ്രാഞ്ചിലേക്ക് സമീപിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സക്സസ്ഫുള്ളി പോയിക്കൊണ്ടിരിക്കുന്ന റൺ ചെയ്യുന്ന കുറേ സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടിട്ട് ഇവരുടെ എന്താ പറയുക എത്രത്തോളം ഇതിൽ മാർക്കറ്റിൽ ഇവർക്ക് ഡിമാൻഡ് ഉണ്ടെന്ന് കണ്ടിട്ട് കൂടിയായിരിക്കും ചിലപ്പോൾ ഫ്രാഞ്ചൈസി ഭയങ്കരമായിട്ട് വിറ്റഴിക്കപ്പെടുക, നമ്മൾ ആവശ്യപ്പെടുക, ഡിമാൻഡ് കൂടുക. അപ്പോൾ ഇത്രയും പൈസ ചിലവാക്കുന്നത് ഇപ്പം അടുത്ത സുഹൃത്ത് വരെ ഉണ്ടായിരുന്നു എന്ന് പറയണു. ഇത്രയും പൈസ ചിലവാക്കുമ്പോൾ അദ്ദേഹം അന്വേഷിച്ചില്ല ശരിക്കും ഇത് ഭയങ്കരമായിട്ട് ഇത് നടക്കുന്നുണ്ട്, നമുക്കിതും റൺ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത പോയില്ലേ? ഒരു പെർട്ടിക്കുലർ എഗ്രിമെന്റിൽ ഒരു സിഗ്നേച്ചർ കണ്ടില്ല എന്നുള്ള പേരിൽ ആള് അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കുമാണ് ഈ കംപ്ലീറ്റ് സ്കാമും അറിയുന്നത്. ആള് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് ആള് ചോദ്യം ചെയ്തപ്പോഴത്തേക്കുമാണ് വേറെയുള്ള ആൾക്കാർ ഈ സിമിലർ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. നിലവിൽ ഇത് ഫാഷൻ ടി വി സലൂൺസ് എവിടെയെങ്കിലും ഉണ്ടോ, റണ്ണിങ് ഉണ്ടോ, നിലവില് വർക്കിംഗ് മോഡ് പരിപാടി ഉണ്ടോ? വർക്കിംഗ് മോഡിലുണ്ട്. ഉണ്ട്. അവർക്ക് പിന്നിൽ ആരാപ്പോ? അല്ല, അവരുടെ പേര് മാറ്റി ലൈക്ക് ഇവർക്ക് മന്ത്ലി ഉള്ള പേയ്മെന്റ് കൊടുക്കുന്നില്ലെങ്കിൽ ഈ റോയൽറ്റി നിർത്താനായിട്ടും പറഞ്ഞിട്ട് അവർ പിന്നെയും അയക്കുമല്ലോ, നോട്ടീസ് പീരീഡ് അയച്ച്. അപ്പൊ ദേ ആർ ഫോഴ്സ്ഡ് ടു ചേഞ്ച് ദെയർ നെയിം. അപ്പൊ പേര് ചേഞ്ച് ചെയ്ത് അവരുടെ സോഷ്യൽ മീഡിയ ഒക്കെ കൊണ്ടുപോകും, FTV തന്നെ കൊണ്ടുപോകും. അപ്പൊ അതൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് വേറൊരു പേരിലോട്ട് റീബ്രാൻഡ് ചെയ്ത് എന്താണോ ബിൽഡ് ചെയ്തെടുത്തത് ഓവർ ദി ഇയേഴ്സ് അല്ലെങ്കിൽ എത്രയും തുടങ്ങിയതിന് ശേഷം ആക്കിക്കൊണ്ടിരുന്നതെല്ലാം അവരുടെ കയ്യിൽ നിന്ന് പോവാണ്. ദേ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് ലിറ്ററലി. ഇത്തരത്തിൽ ഇപ്പോൾ ഫാഷൻ ടി വി എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ ആ പേരിൽ ഇപ്പോൾ ആ സ്ഥാപനങ്ങളൊന്നുമില്ല, റീനെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലാണ് ഉണ്ട്. ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലേ ശരിക്കും? ഈ സ്കാമിൽ അവർ പെട്ടിട്ടില്ലേ? ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് ഈ പേര് കൊണ്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്ന അവർക്ക് റോയൽറ്റി കൊടുത്തോണ്ടിരിക്കുന്നവരുണ്ട് ഇപ്പോഴും? റോയൽറ്റി കൊടുക്കുന്നവരുണ്ടെന്ന് തോന്നില്ല, കാരണം ഇപ്പൊ കേരളത്തിലുണ്ടെന്ന് തോന്നില്ല. പക്ഷെ പുതിയതായിട്ട് ഫ്രാഞ്ചൈസി തുടങ്ങാൻ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ മലയാളികളായിട്ടുള്ളവർ ഇന്ത്യയുടെ അതർ സ്റ്റേറ്റ്സിലുള്ളവർ അവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ സംസാരിച്ചതിൽ സ്വയം തിരിച്ചറിഞ്ഞൊരു കാര്യം എന്താ? നമ്മൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളോട്ട് എത്തുന്നില്ല എന്നുള്ളതൊരു ഫസ്റ്റ് ഒരു കാര്യം. നമ്മൾ മാനിപ്പുലേറ്റഡ് ആണ് ഇൻ വൺ വേ ഓർ ദ അതർ. ചില കാര്യങ്ങൾ അറിയിക്കേണ്ടവരെങ്ങനെയാണോ നമ്മളുടെ അടുത്തോട്ട് തരുന്നത് അങ്ങനെ നമ്മൾ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുക. അതല്ല, കുറച്ചുകൂടെ കണ്ണു തുറന്ന് നോക്കിയാൽ ചുറ്റും കുറേ ഇഷ്യൂസ് ഉണ്ട്, അതും കൂടെ ടാക്കിൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ലൈക്ക് അവർ കാണിക്കുന്ന മാത്രമല്ല, വി ക്യാൻ ഓൾസോ വോയിസ് ഔട്ട്. നമ്മൾ തന്നെ പറഞ്ഞ് ഇതിനെക്കുറിച്ച് എന്താ നിങ്ങൾ പറയാത്തെന്നുള്ളത് തിരിച്ച് ചോദ്യം ചെയ്താൽ ദേ വിൽ ബി കമ്പൽഡ് ടു സ്പീക്ക് അബൌട്ട് ദാറ്റ്. നമ്മൾ എന്ത് കേൾക്കണം, നമ്മൾ എന്ത് കാണണം, അല്ലെ, നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്തകൾ പൂക്കുന്നിടമാക്കുന്നത് അവരാണ്, മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട്. പക്ഷെ ആ മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അപകടം എന്നുള്ളത്.